ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് കെ മുരളീധരൻ എംഎൽഎ. സിപിഎമ്മിൽ തുടർന്നാൽ പത്മകുമാറിന് ഒരു രക്ഷയും ഉണ്ടാകില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ബിജെപി നേതാക്കളെക്കാൾ വലിയ സംഖ്യകളായി സിപിഎം മാറിയെന്നും മുരളീധരൻ ആരോപിച്ചു. യുഡിഎഫിന്റെ ഏകദിന ഉപവാസ വേദിയിലാണ് പത്മകുമാർ കോൺഗ്രസിലേക്ക് വന്നാൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് മുരളീധരൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ശബരിമല വിഷയത്തിൽ പത്മകുമാർ ഭയന്നാണ് കഴിയുന്നത്. മാത്രമല്ല, സിപിഎമ്മിൽ ഇനിയും തുടരുകയാണെങ്കിൽ പത്മകുമാറിന് കഷ്ടകാലമാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. അതേസമയം രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ശബരിമലയിൽ വരുമാനം കുറയുന്നതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുമ്പോൾ യുവതി പ്രവേശനം നടന്നതടക്കം എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും കടകംപള്ളി കൂട്ടിച്ചേർത്തു. നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിൽ നിന്നും സർക്കാർ രാജിക്കത്ത് എഴുതി വാങ്ങിയതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു. പത്മകുമാറിന്റെ രാജിക്കാര്യം മകരവിളക്ക് തീർത്ഥാടനത്തിന് ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചുമതലകൾ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിന് നൽകിയെന്നുമായിരുന്നു വാർത്തകൾ. എന്നാൽ ബോർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുവെന്ന തരത്തിൽ വന്ന വാർത്തകൾ പത്മകുമാർ തന്നെ നിഷേധിച്ചു. തന്റെ രാജി ചിലരുടെ സ്വപ്നം മാത്രമാണെന്നും ഇത് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണമാണെന്നുമാണ് പത്മകുമാർ പ്രതികരിച്ചത്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും രാജിക്കാര്യം നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. നവംബർ 14-നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന്റെ കാലാവധി അവസാനിക്കുന്നത്. കാലാവധി തീരും വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് സജീവമായിരിക്കും. മാധ്യമ വാർത്തകൾ പ്രകാരമാണെങ്കിൽ എത്രയോ തവണ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും പത്മകുമാർ തന്നെ പറഞ്ഞു. തന്റെ വ്യാജരാജി വാർത്ത ചമച്ച പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിന്റെ ഭാഗമായി വക്കീൽ നോട്ടീസ് അയക്കുമെന്നും പറഞ്ഞു. ശബരിമലയിൽ വിവാദമുണ്ടാക്കാൻ ആസൂത്രിതമായ നിരന്തര ശ്രമങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് സ്ഥാനമേറ്റതു മുതൽ എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്റെ രാജി വാർത്തയും ഇതിന്റെ ഭാഗമായാണ്. ഇനി രാജിയിലേക്ക് വന്നാൽ എന്തിനാണ് രാജിവെക്കുന്നത്? ഞാൻ രാജിവെക്കേണ്ട എന്ത് പ്രശ്നമാണ് നിലവിലുള്ളത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സ്ഥാനമേറ്റതു മുതൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നീക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഒട്ടുവളരെ വന്നെങ്കിലും അതിനെല്ലാം എതിരിട്ട് നേരിട്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലെ കാര്യത്തിൽ വ്യക്തിപരമായി താല്പര്യമുള്ള വ്യക്തി കൂടിയാണ് ഞാൻ. ശബരിമലയും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയത്. എന്റെ കാലാവധി കഴിയുന്നതുവരെ ഈ കാര്യങ്ങളെല്ലാം നിലവിലെ രീതിയിൽ തന്നെ മുന്നോട്ടു പോകും. ശബരിമലയ്ക്കെതിരായി ഒട്ടേറെ വിവാദങ്ങൾ നിരന്തരം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ എന്നെ മനഃപൂർവ്വം വാർത്തയിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ശ്രമം നടക്കുന്നത്. അങ്ങനെ കുഴപ്പങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വാർത്തകൾ ശരിയാണെങ്കിൽ ഇപ്പോൾ പല പ്രാവശ്യം ഞാൻ രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഫോൺ വിളിക്കുന്ന ഈ സമയത്ത് ഞാൻ എരുമേലിപേട്ട തുള്ളലിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഒപ്പം ചേരും. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായി നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം അതിന്റെ തെളിവാണ്. ഈ ബോർഡിന്റെ കാലാവധി തീരും വരെ ഞാൻ തുടരുക തന്നെ ചെയ്യുമെന്നും പത്മകുമാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.